ഹലോ ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അഞ്ജലി ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, കുഞ്ഞിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ശ്രുതി. അവനിപ്പോൾ ആളുകളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനെല്ലാം കാരണം ശ്രുതിയാണെന്ന് പറയുമ്പോൾ, ഇല്ലേ ചേച്ചി കാരണ എന്ന് പറയട്ടോ ശ്രുതി. അതൊക്കെ നീ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാന്ന് എനിക്കറിയാം. എങ്കിലും ശ്രുതി, നീ ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ കൈവെടിയരുത്. ഉള്ള കാലത്തോളം നീ തന്നെ ആയിരിക്കണം അവൻ്റെ ഭാര്യ എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എൻ്റെ ആകെയുള്ള ഒരു ആഗ്രഹം അത് മാത്രമാണ് ശ്രുതി എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവാണേ. തുടർന്ന് നമ്മുടെ ശ്രുതിയാണെങ്കിൽ അശ്വിൻ്റെ ചെടികൾക്ക് ഇങ്ങനെ വളം ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചാൽ മാത്രം പോരാ, ഇടയ്ക്കിടയ്ക്ക് വളം ഇട്ട് കൊടുക്കണം എന്നൊക്കെ. ആ സമയത്താണെങ്കിൽ അശ്വൻ്റെ അച്ഛൻ്റെ അമ്മ വരുന്നുണ്ട് കേട്ടോ. ശ്രുതിയാണെങ്കിൽ ഇവരെ കാണുന്നില്ല, നേരെ പൈപ്പിലെ വെള്ളം അടിക്കുകയാണ് ചെടികൾക്ക്. ആ സമയത്ത് ഇവരുടെ ദേഹത്താവാണ് കേട്ടോ. എടി കൊച്ചേ, നിനക്കെന്താ കണ്ണ് കണ്ടൂടെ? ഞാൻ ഇതിലൂടെ വരുന്നത് നീ കാണുന്നില്ലേ എന്നൊക്കെ ചോദിക്കട്ടോ. ആഹാ, നിങ്ങൾക്കും കണ്ണില്ലേ? ഞാനിവിടെ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് നിങ്ങൾക്കും കാണാലോ എന്നങ്ങനെ ചോദിക്കുന്ന നേരത്ത് ആ മുത്തശ്ശി പറയുന്നുണ്ട്, അത് ശരി, ഇവിടുത്തെ ജോലിക്കാർക്കൊക്കെ കഴുത്തിന് ചുറ്റും നാക്കാണല്ലോ. നിന്നെ മനോരമ വെച്ചതായിരിക്കും അല്ലേ? ഞാൻ അവളോട് ചെന്ന് ചോദിക്കട്ടെ എന്നങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതി പറയും, ദേ വീട്ടിലുള്ളവരോട് ഇടി പോടിയെന്ന് വിളിക്കുന്ന അത്ര നല്ല സ്വഭാവമല്ല. നിങ്ങൾ ആരാ? അവിടെ ഗേറ്റ് തുറന്നത് കണ്ടപ്പോൾ കയറി പോന്നിട്ടുണ്ടാവും അല്ലേ എന്നങ്ങനെ ചോദിക്കുന്ന നേരത്തെ ഈ അച്ചമ്മയ്ക്ക് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ല അല്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാടി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കരമായിട്ട് ഫൈറ്റാണ് കേട്ടോ. ആ സമയത്തായിരിക്കും മനോരമ വരുന്നത്. അല്ല, അച്ചമ്മയല്ലേ അത്? ഈ തള്ള എപ്പോ കുറ്റിയും പറിച്ചിങ്ങും പോന്നു എന്നങ്ങ് പറഞ്ഞിട്ട് ഇവരുടെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ. അച്ഛമ്മേ, ഇത് എപ്പോൾ എത്തി എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. ദേ മനോരമേ, നീ വെച്ചതായിരിക്കട്ടില്ലേ ഈ ജോലിക്കാരിയെ? എന്തൊരു അഹങ്കാരം ഈ പെണ്ണിന്. ഞാൻ ആരാന്ന് ഈ പെണ്ണിന് ശരിക്കും മനസ്സിലായിട്ടില്ല. നീ ഒന്ന് പറഞ്ഞു കൊടുക്കും മനോരമ ഞാൻ ആരാണെന്ന് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ മനോരമ ശ്രുതിയോട് പറയുന്നുണ്ട്, അതെ, എൻ്റെ മദർ ഇൻ ലോയേക്കാളും കൂടുതൽ അധികാരമുള്ള ഇവിടുത്തെ കാരണോത്തിയ, അതായത് അശ്വിൻ ബേബിയുടെ ഗ്രാൻഡ് മദറാ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി ആകെ ഞെട്ടിപ്പോവാണേ. കൊള്ളാം, നീ പറഞ്ഞ ഇംഗ്ലീഷ് വല്ലതും ഇവൾക്ക് മനസ്സിലായിട്ടുണ്ടാവോ? എടി പെണ്ണേ, ഞാനേ ഇവിടുത്തെ അശ്വൻ സായിറാം സാറില്ലേ, അവൻ്റെ സ്വന്തം അച്ഛൻ്റെ അമ്മയാണ്. ഇപ്പോൾ നിനക്ക് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഞെട്ടിത്തരിച്ച് നിൽക്കാട്ടോ. അപ്പോഴേക്കും സാരിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് മനോരമ കൂട്ടിയിട്ട് പോവാണ്. ടെൻഷൻ അടിച്ച് നമ്മുടെ ശ്രുതിയാണെങ്കിൽ പ്രീതിയുടെ അടുത്ത് പോയിട്ട് പറയുന്നു,